ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ലെസനാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ആക്ടറും പ്ലെയറൈറ്റും പോയറ്റുമെല്ലാമായ വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1564 മുതൽ 1616 വരെയാണ്. ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്, പ്ലെയറൈറ്റാണ്, ആക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് ബാർഡ് ഓഫ് അവൻ എന്നാണ്. ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നത് വില്യം ഷേക്സ്പിയറുടെ ഒരു പ്ലേ ആണ്, ഒരു ഡ്രാമയാണ്. ഇതിൽ പറയുന്നത് വെനീസിൽ നിന്നുള്ള രണ്ട് വ്യാപാരികളായ ഷൈലോക്കിൻ്റെയും ആൻറ്റോണിയോയുടെയും രസകരമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ്. ഇനി നമുക്കിതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റോണിയോ ഒരു ക്രിസ്ത്യൻ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബസാനിയോയ്ക്ക് വേണ്ടി ലോൺ എടുക്കുകയാണ്, ആ ലോണിൻ്റെ എല്ലാ കണ്ടീഷൻസും അനുസരിച്ചുകൊണ്ട്. പോർഷ്യ ബെൽമണ്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ്. പോർഷ്യയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബസാനിയോ ആൻറ്റോണിയോയിൽ നിന്നും കടം വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ ആൻറ്റോണിയോയെ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ബൽത്താസാർ എന്ന യുവവക്കീലിൻ്റെ വേഷത്തിൽ വന്നത് പോർഷ്യയാണ്. ബസാനിയോ ആൻറ്റോണിയോയുടെ ഫ്രണ്ടാണ്. ബസാനിയോയ്ക്ക് പോർഷ്യയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് ആൻറ്റോണിയോ ലോൺ എടുക്കുന്നത്. ഷൈലോക്ക് ഒരു ജൂയിഷ് മണി ലെൻഡറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജൂത പണമിടപാടുകാരനാണ്. അയാൾ ഒട്ടും കരുണയും ദയവുമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്നാണ് ആൻറ്റോണിയോയും ബസാനിയോയും ലോൺ എടുക്കാൻ വരുന്നത്. ആൻറ്റോണിയോയ്ക്ക് 3 മാസങ്ങൾക്കുള്ളിൽ കാശ് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആൻറ്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് 1 പൗണ്ട് മാസം മുറിച്ചെടുക്കുമെന്ന നിബന്ധനയിലാണ് ഷൈലോക്ക് അവർക്ക് പണം നൽകുന്നത്. ബെല്ലാരിയോ അദ്ദേഹം പോർഷ്യയുടെ ഒരു കസിനാണ്, അതേപോലെ തന്നെ ഒരു അറിയപ്പെടുന്ന വക്കീൽ കൂടിയാണ്. ബെല്ലാരിയോയിൽ നിന്നും ലെറ്റർ വാങ്ങിച്ചിട്ടാണ് പോർഷ്യ ആൻറ്റോണിയോയെ സേവ് ചെയ്യാൻ ബൽത്താസാർ എന്ന പേരിൽ അവിടെ വരുന്നത്. ബൽത്താസർ പോർഷ്യ തന്നെയാണ്. ആൻറ്റോണിയോയെ സേവ് ചെയ്യാൻ വേണ്ടി കോർട്ടിൽ ബൽത്താസാർ എന്ന വക്കീലിൻ്റെ രൂപത്തിൽ വരുന്നത് പോർഷ്യയാണ്. ദി ഡ്യൂക്ക് ഓഫ് വെനീസ് അദ്ദേഹം വെനീസിൻ്റെ ഭരണാധികാരിയാണ്, പവർഫുൾ മാനാണ്. അദ്ദേഹമാണ് ആൻറ്റോണിയുടെ കേസ് ജഡ്ജ് ചെയ്യുന്നത്. നെറിസ പോർഷ്യയുടെ ഫ്രണ്ടാണ്. പോർഷ്യയുടെ കൂടെ ക്ലർക്കിൻ്റെ വേഷത്തിൽ നെറിസയാണ് എത്തുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ദി മെർച്ചൻ്റ് ഓഫ് വെനീസ്, വില്യം ഷേക്സ്പിയർ. വെനീസിൽ താമസിച്ചിരുന്ന ഒരു ഇറ്റാലിയൻ വ്യാപാരിയായിരുന്നു ആൻറ്റോണിയോ. കഥ ആരംഭിക്കുന്ന സമയത്ത് ആൻറ്റോണിയോ തൻ്റെ കപ്പലുകൾ ചരക്കുകളുമായി മടങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ സമ്പാദ്യമെല്ലാം അദ്ദേഹം കപ്പലുകളിൽ നിക്ഷേപിച്ചിരുന്നു. ആൻറ്റോണിയോയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ബസാനിയോയ്ക്ക് ബെൽമണ്ടിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച പോർഷ്യ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. അതിന് 3000 ഡക്കറ്റ് ആവശ്യമായി വന്നു. അതുകൊണ്ട് തന്നെ ബസാനിയോ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ആൻറ്റോണിയോയുടെ അടുത്ത് ഈ ആവശ്യവുമായി ചെല്ലുകയാണ്. പക്ഷേ ആൻറ്റോണിയോ തൻ്റെ സമ്പത്തെല്ലാം കപ്പലിൽ കച്ചവടത്തിന് മുടക്കിയതിനാൽ ബസാനിയോ ആവശ്യപ്പെട്ട പണം കൊടുക്കാൻ ഇല്ലായിരുന്നു. പണത്തിനായി ആൻറ്റോണിയോ പണം കടം കൊടുക്കുന്ന ജൂതനായ ഷൈലോക്ക് എന്ന വ്യക്തിയെ കാണാൻ ചെല്ലുകയാണ്. ഷൈലോക്കിന് ആൻറ്റോണിയോയെ ഇഷ്ടമല്ലായിരുന്നു. എന്നിരുന്നാലും ഒരു ചെറിയ കാലയളവിലേക്ക് പണം കടം തരാമെന്ന് ഷൈലോക്ക് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പണം കടം കൊടുക്കുന്നതിന് പകരമായി ഷൈലോക്ക് കുറച്ച് നിബന്ധനകൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ കടം 3 മാസങ്ങൾക്കുള്ളിൽ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഷൈലോക്ക് ആൻറ്റോണിയോയുടെ ശരീരത്തിൽ നിന്നും 1 പൗണ്ട് മാംസം മുറിച്ചെടുക്കുമെന്നതായിരുന്നു നിബന്ധന. ആൻറ്റോണിയോ തൻ്റെ കപ്പലുകൾ കൃത്യസമയത്ത് തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ, കടം കൊടുത്തു തീർക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ നിബന്ധനകൾക്കെല്ലാം സമ്മതം പറഞ്ഞു. ബസാനിയോയ്ക്ക് ഇതെല്ലാം കണ്ടപ്പോൾ വിഷമമായി. ബസാനിയോ പോർഷ്യ വിവാഹം കഴിക്കുവാൻ വേണ്ടി പോവുകയാണ്. പോർഷ്യയുടെ വിവാഹത്തിന് പോർഷ്യയുടെ പിതാവിൻ്റെ നിർബന്ധമായിരുന്നു. തന്നിരിക്കുന്ന 3 പെട്ടികളിൽ നിന്ന് പോർഷ്യയുടെ ഫോട്ടോയുള്ള പെട്ടി ആരാണ് കണ്ടെത്തുന്നുവോ അയാളാണ് പോർഷ്യയെ വിവാഹം കഴിക്കേണ്ടതെന്ന്. ബസാനിയോ പോർഷ്യയുടെ ഫോട്ടോ അടങ്ങിയ പെട്ടി കണ്ടെത്തുകയും പോർഷ്യ
സന്തോഷത്തോടെ ബസാനിയോയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ആൻ്റോണിയോയുടെ 2 കപ്പലുകൾ നഷ്ടപ്പെടുന്നത്. ഈ വിവരം ഷൈലോക്ക് അറിയുകയും ആൻ്റോണിയോയ്ക്ക് പണം തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ ഷൈലോക്ക് തൻ്റെ പണം തിരിച്ചു നൽകാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഷൈലോക്ക് ആൻ്റോണിയോയെ കോടതിയിൽ ഹാജരാക്കുകയും അദ്ദേഹത്തിൻ്റെ അസാധാരണവും ഭയങ്കരവുമായ ആവശ്യം അനുസരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ആൻ്റോണിയോ ഈ ഒരു സാഡ് ന്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കത്തെഴുതുകയും അത് മെസ്സഞ്ചർ വഴി ബസാനിയോയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ബസാനിയോ ആ ലെറ്റർ വായിക്കുകയും വളരെ വിഷമിക്കുകയും ചെയ്യുന്നു. പോർഷ്യയോട് ബസാനിയോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഷൈലോക്കിനെക്കുറിച്ചും ബോണ്ടിനെക്കുറിച്ചും ആൻ്റോണിയെക്കുറിച്ചും എല്ലാം പറയുന്നു. അതുകൂടാതെ ബസാനിയോ ആൻ്റോണിയോയുടെ ലെറ്റർ പോർഷ്യയ്ക്ക് വായിച്ചു കൊടുക്കുന്നു. ആൻ്റോണിയോ അതിൽ പറഞ്ഞിരുന്നത് തൻ്റെ ഷിപ്പുകളെല്ലാം നഷ്ടപ്പെട്ടുവെന്നും താനും ഷൈലോക്കും തമ്മിലുള്ള ബോണ്ടിൻ്റെ കാലാവധി തീർന്നു പോയെന്നും എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്നും തൻ്റെ മരണസമയത്ത് തൻ്റെ അവസാന സമയത്ത് ബസാനിയോയെ ഒന്ന് തനിക്ക് കാണണമെന്നുണ്ടെന്നും നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീയൊന്ന് എത്തുക എന്നുമാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. ബസാനിയോ ഉടനെ തന്നെ വെനീസിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നു. പോർഷ്യ ഷൈലോക്കിന് കൊടുക്കാനുള്ള പണം ബസാനിയോയ്ക്ക് കൊടുക്കുകയും ആൻ്റോണിയോയെ രക്ഷിക്കാൻ പറയുകയും ചെയ്യുന്നു. ബസാനിയോ വെനീസിലേക്ക് എത്തുമ്പോഴേക്കും ആൻ്റോണിയോയ്ക്ക് കൊടുത്ത സമയം കഴിഞ്ഞിരുന്നു. ഷൈലോക്ക് ആൻ്റോണിയോയുടെ 1 പൗണ്ട് മാംസം ആവശ്യപ്പെട്ടു. ബസാനിയോ വാങ്ങിയ പണത്തിനു പകരം അധികം പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും ഷൈലോക്ക് സമ്മതിച്ചില്ല. ബസാനിയോ അറിയാതെ പോർഷ്യയും പോർഷ്യയുടെ ഫ്രണ്ട് നെറിസയും വെനീസിലേക്ക് ആൻ്റോണിയോയെ രക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു. പോർഷ്യ ബൽത്താസാർ എന്ന യുവ വക്കീലായിട്ടും നെറിസ ബൽത്താസാറിൻ്റെ ക്ലർക്കായിട്ടുമാണ് വേഷം ധരിച്ചിരുന്നത്. പോർഷ്യ ബൽത്താസാർ എന്ന പേരിൽ കോടതിയിൽ ഹാജരാവുകയും പോർഷ്യയുടെ കസിനും ലോയറുമായ ബെല്ലാരിയുടെ കത്ത് കോടതിക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ കത്തിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: തനിക്ക് അസുഖമായതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ പറ്റാത്തതിനാൽ ഈ കത്തുമായി വരുന്ന ബൽത്താസാർ എന്ന യുവ വക്കീലിന് ആൻ്റോണിയോയുടെ കേസ് വാദിക്കാൻ സമ്മതിക്കണം എന്നതായിരുന്നു. ഡ്യൂക്ക് കേസ് വാദിക്കാൻ വേണ്ടി ബൽത്താസാറിനെ സമ്മതിക്കുന്നു. ബൽത്താസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർഷ്യ ആൻ്റോണിയോയ്ക്ക് വേണ്ടി കേസ് വാദിക്കുന്നു. ബൽത്താസാർ ദയയെക്കുറിച്ചും ദയ ദൈവത്തിനുള്ള ഒരു ഗുണമാണെന്നും ഒരാൾ മറ്റൊരാൾക്ക് കരുണ നൽകുമ്പോൾ അവർ 2 പേരും പ്രയോജനം നേടുന്നുവെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ ദയയെക്കുറിച്ച് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കൊക്കെ ദയയെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലായെങ്കിലും ഇതൊന്നും ഷൈലോക്കിനെ കാര്യമായി ബാധിച്ചില്ല. ആൻ്റോണിയോയിൽ നിന്നും 1 പൗണ്ട് മാംസം എടുക്കാൻ ഷൈലോക്കിന് യുവ അഭിഭാഷകനായ ബൽത്താസാർ അനുമതി കൊടുക്കുന്നു. എന്നാൽ മാംസം മുറിക്കുമ്പോൾ ആൻ്റോണിയോയുടെ 1 തുള്ളി രക്തം പോലും താഴെ വീഴരുതെന്നും അഭിഭാഷകൻ ഷൈലോക്കിനെ മുന്നറിയിപ്പ് നൽകുന്നു. ഷൈലോക്ക് കൃത്യമായി 1 പൗണ്ട് മാംസം മാത്രം മുറിക്കണം, അതിൽ കൂടുതലില്ല കുറവുമില്ല. അഥവാ മാംസം മുറിക്കുമ്പോൾ 1 തുള്ളി രക്തം താഴെ പോവുകയാണെങ്കിൽ ഷൈലോക്കിൻ്റെ സമ്പത്തിൻ്റെ പകുതി രാജ്യത്തേക്കും പകുതി ആൻ്റോണിയോയിലേക്കും എത്തിച്ചേരുമെന്നും അഭിഭാഷകൻ വാദിക്കുന്നു. യുവ അഭിഭാഷകനായ ബൽത്താസാർ തന്നോട് ആവശ്യപ്പെട്ടത് തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ഷൈലോക്കിന് മനസ്സിലായി. ഷൈലോക്ക് തോൽവി സമ്മതിച്ചു. ആൻ്റോണിയോ രക്ഷപ്പെട്ടു. കേസ് കഴിഞ്ഞതിന് ശേഷം ബസാനിയോയും ആൻ്റോണിയോയും ബൽത്താസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർഷ്യയെ കാണുകയും അവരെ ഇതിൽ നിന്നും രക്ഷിച്ചതിന് നന്ദി പറയുകയുമെല്ലാം ചെയ്യുന്നു. ഷൈലോക്കിന് കൊടുക്കാൻ വെച്ചിരുന്ന 3000 രൂപ അവർ ബൽത്താസാറിനോട് സ്വീകരിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബൽത്താസാർ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ ബൽത്താസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർഷ്യ ബസാനിയോയെ ഒന്ന് പറ്റിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ബൽത്താസാർ ബസാനിയോയുടെ കയ്യിൽ കിടക്കുന്ന വിവാഹമോതിരം തരാൻ പറയുന്നു. ബസാനിയോയ്ക്ക് വിഷമമാവുകയും അവൻ അത് തൻ്റെ വിവാഹമോതിരമാണെന്നും തൻ്റെ ഭാര്യ ഗിഫ്റ്റ് തന്നതാണെന്നും താൻ ഇതാർക്കും കൊടുക്കില്ല എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുമെല്ലാം പറയുന്നു. ബൽത്താസാർ ദേഷ്യം വന്നതായി നടിച്ച് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആൻ്റോണിയോ ബസാനിയോട് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ച ആളായതുകൊണ്ട് അയാൾക്ക് ആ റിങ് ഊരിക്കൊടുക്കൂ എന്ന് പറയുന്നു. ബസാനിയോ ആൻ്റോണിയോയുടെ വാക്കുകേട്ട് ആ റിങ് ബൽത്താസാറിന് ഊരിക്കൊടുക്കുന്നു.
പോഷ്യ ബെൽമണ്ടിലേക്ക് സന്തോഷപൂർവ്വം തിരിച്ചു പോകുന്നു. അവൾ അവിടെ ബസാനിയോയെ കാത്തിരിക്കുന്നു. ബസാനിയോയും ആൻ്റോണിയോയും കൂടി അവിടെ എത്തുന്നു. ബസാനിയോയുടെ കയ്യിലെ വിവാഹമോതിരം കാണാത്തതിനാൽ പോഷ്യ ചോദിക്കുന്നു അതെവിടെയെന്ന്. ബസാനിയോ അത് ആൻ്റോണിയോയുടെ ജീവിതം രക്ഷിച്ച ലോയറിനെ ഊരിക്കൊടുത്തുവെന്ന് പറയുന്നു. പോഷ്യ തമാശയ്ക്ക് പറയുന്നു അത് വേറെ ഏതെങ്കിലും സ്ത്രീക്ക് ഊരിക്കൊടുത്തിട്ടുണ്ടാവുമെന്നല്ല. പോഷ്യയും ബസാനിയോയും വഴക്കൂടുന്നത് കാണുമ്പോൾ ആൻ്റോണിയോയ്ക്ക് വിഷമമാവുന്നു. അവൻ പറയുന്നു താൻ കാരണമാണ് ഇതെല്ലാം നടക്കുന്നതെന്ന്. ബസാനിയോ തനിക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്നും ബസാനിയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നെല്ലാം പറയുന്നു. പോഷ്യ വേറൊരു റിങ് എടുത്തുകൊണ്ട് ആൻ്റോണിയോയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇത് ബൽത്താസാറിന് കൊടുക്കാൻ പറയുന്നു. ബസാനിയോ പോഷ്യ ഇപ്പോൾ കൊടുത്ത ആ റിങ്ങിലേക്ക് നോക്കുകയും ആ റിങ് താൻ അന്ന് ബൽത്താസാർ എന്ന യുവവക്കീലിന് ഊരിക്കൊടുത്ത സെയിം റിങ് തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. അവിടെ വെച്ച് പോഷ്യ അവരോട് സത്യം തുറന്നു പറയുന്നു. താനാണ് ആ യുവ അഭിഭാഷകൻ. ബൽത്താസാർ എന്ന യുവവക്കീലിൻ്റെ പേരിൽ ആൻ്റോണിയോയെ രക്ഷിക്കാൻ വന്നത് താനാണ് എന്ന്. അവസാനം ആൻ്റോണിയോയുടെ കപ്പലുകൾ സുരക്ഷിതമായി മടങ്ങി വരികയും ചെയ്തു. അങ്ങനെ ഒരു ദുരന്തത്തിൽ അവസാനിക്കാമായിരുന്ന കഥ സന്തോഷകരമായി അവസാനിക്കുകയും ചെയ്തു.